അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഒരു 1 man ഷോ. വേദിയിലേക്ക് എത്തുന്നു സുജി കോതേരി. സുജി, നമസ്കാരം. നമസ്കാരം. ഈ കോതേരി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ആണ് കോതേരി എന്ന സ്ഥലം. ഓക്കെ, അപ്പൊ എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? 4 താരങ്ങളുടെ ശബ്ദം അനുകരിക്കുകയാണ്. ഓക്കെ, 4 താരങ്ങളുടെ ശബ്ദങ്ങൾ. ആദ്യമായിട്ട് നമ്മളെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയിലെ വിഷ്ണുവിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. മണിച്ചേട്ടാ, ധനുഷ് ചേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെ കണ്ടോണ്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയേക്കണേ. കള്ളം വേഷമല്ലേ, അത് ഞാൻ പൊരിക്കും. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തി വരച്ചല്ലോ എടുക്കുന്നത് ഗ്ലാമറ. അടിപൊളി, നല്ല അടിപൊളി. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുന്നത് നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ്. വിജയ, നീ എൻ്റെ അരിക്ക് വന്ന കാശിന് എന്നെ ഞട്ട് വരുത്തിക്കുകയും കാശ്. അപ്പം നമ്മൾ തമ്മിൽ സ്നേഹമൊക്കെ വേണ്ടത്. കയ്യിൽ കാശുള്ളത് കൊണ്ടാണ് അതോ ഇവന്മാർക്ക് എന്നോട് ഭയങ്കര സ്നേഹം. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോട്. മറ്റൊരുത്തിൻ്റെ കയ്യിലെ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കണല്ലേ കച്ചവടം. അതൊരു കലയല്ലേ. അതിങ്ങനെ കലി കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടാണ്. കഴിവറ മോനെ, നീ എന്നെ കച്ചവടം പഠിപ്പിക്കാനാ? അടിച്ചു പൊളിക്കണ എല്ലാം കൂടി ഇവിടെ കച്ചവടം നടത്താൻ പറ്റുമല്ലോ, ഞാൻ നോക്കട്ടെ. പിന്നെ നമ്മളെ തമിഴകത്തിന്റെ ഇളയ ദളപതി വിജയ്, അദ്ദേഹം സ്റ്റേജിൽ സംസാരിക്കുന്നതാണ്. நிறைய பேருங்கிட்ட சொல்லி கேள்விப்பட்டிருக்கு, வெற்றிக்கு பின்னாடி ஒரு ஆணு ஒரு பெண்ணு இருப்பாங்க அப்படி இப்படியும். ஆனால் எனக்கு பின்னாடி நிறைய அவமானங்கள் மட்டும்தான் இருக்குது. என்னுடைய பிகினிங் ஸ்டேஷனில் என்னை பற்றி வந்த விமர்சனங்கள், கமெண்ட்ஸுகள் இதொന്നും மறுக்கிறதுக்கு ஒன்றும் இல்லை. உங்கள் எல்லாருக்கும் தெரிஞ்ச விஷயம்தான். அது ஒரு பெரிய டிஸ்கரேஜ்மெண்ட் எடுத்திருந்தால் இன்றைக்கு உங்கள் முன்னாடி ஒரு விஜயை வந்து நிற்க முடியாது. எனக்கு உண்மையான ஒருத்தனை இவருக்கு தெரியும், பொய்யா ஒருத்தனை நேசிக்கவே தெரியாது. പിന്നെ അടുത്തത് പിഷാരടിയുടെ ശബ്ദം ആണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ മുകേഷ് ഏട്ടാ, ഒരു 1.5 വർഷം മുമ്പുള്ള എപ്പിസോഡിൽ ധർമ്മജൻ സിനിമാ നടനാകുന്നതായിരുന്നു സ്കിറ്റ്. നീ പോടാ പോയി വാന്ന് ഞാനൊന്ന് ഇറക്കി. അവനങ്ങ് പോയതിന് ശേഷം മുകേഷ് ഏട്ടാ എന്നോട് പറയുണ്ടേ, നീ അവനെ തിരികെ വിളി. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, പോണെങ്കിൽ പോയിക്കോട്ടെ. അതല്ല, നീ അവനെ തിരികെ വിളി. അവനെങ്ങാനും പോയി വല്ല സിനിമയിൽ അഭിനയിച്ച് സ്റ്റാർ ആവുകയാണെങ്കിൽ പിന്നെ അവനെ ഇന്റർവ്യൂ ചെയ്തതിന് അപ്പുറത്തൊരു വിധിയില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ജയറാമേട്ടൻ്റെ പഴയകാല വോയിസാണ്. അയ്യോ മോനെ ബാലകൃഷ്ണ, പെൺപിള്ളേരെ വല വീശി പിടിക്കുന്ന ആമ്പിള്ളേരെ കഴിവാടാ. ആ പേര് പറഞ്ഞെൻ്റെ ഭാര്യയുടെ മെക്കിട്ടങ്ങനെ കയറിയ മോനെ കൊന്നുകളെ ഞാൻ. വണ്ടിയേട് മാഷേ വണ്ടിയേട് വിട്ടോടാ. അയ്യോ എന്താ പെണ്ണേത്. അത്രേ ഉള്ളൂ. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട്, മണിച്ചേട്ടനെ കുറിച്ചുള്ള പാട്ടും പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു 3 പാട്ടും കൂടി ചേർത്ത് കോർത്തിണക്കി ഒന്ന് പാടാം. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നിലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണേ, മാനത്തെ വെള്ളി നിലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണേ. മറയത്തിരിക്കണ മാനാണേ, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണേ. മറയത്തിരിക്കണ മാനാണേ, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണേ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉല്ലാസേട്ടൻ്റെ കൂടെ കുറച്ച് നാൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ അല്ലാതെ പോഷനായിരുന്നു കാണാനായിട്ട്. ഉല്ലാസേട്ടൻ്റെ ആരാധന മൂത്ത് ഞാൻ ഒരുപാട് തവണ ഒരു വർഷത്തോളം അല്ലേ, ഒരു വർഷത്തോളം ഉല്ലാസൻ്റെ വീട്ടിലും അല്ലാതെ ഉല്ലാസൻ്റെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ട് പോയി. ഉല്ലാസൻ്റെ ഡാൻസ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ഇച്ചിരി മുമ്പേ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. അപ്പം ഉല്ലാസൻ്റെ അന്നത്തെ സ്കിറ്റിനകത്തുള്ളൊരു സൗണ്ടും കാര്യങ്ങളുമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, ഞാൻ ഒരു ഫോണിൽ കൂടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓർമ്മയുണ്ടെന്ന് അറിയില്ല ഉല്ലാസന. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എൻ്റെ വത്സമ ദേഹം അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമല്ലാതെ അശ്വതി ഇവിടെ വരും. എൻ്റെ പൊന്നു നെൽസ, നീ ഒന്നീ ചിരിക്കണം അല്ലെങ്കിൽ സ്കിറ്റ് പറയണം. ഇത് രണ്ടും കൂടെ തന്നെ നിന്നെ ഞാൻ പൂന്തിക്കളയും. അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കോമഡികളാണ് അദ്ദേഹം പറയുന്നത്. അതേ കണക്ക് ഒരു മ്യൂസിക് ഇട്ട് തരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇച്ചിരി മുമ്പ് 2 സ്റ്റെപ്പുകൾ കണ്ട് ഞാൻ അവിടെ പുറത്തിരുന്നപ്പോൾ കണ്ടത്. അത് ഇട്ട് തരികയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഡാൻസ് ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ പോകുന്നൊരു പ്രത്യേക എക്സ്പ്രഷൻ കയ്യിലൂടെയൊക്കെ സംഭവം സംഗതി കയറി വരുന്നത്, അതൊരു പ്രത്യേകത കാണാൻ.
Filiki pipi, filifi jabla troiki. Uno duno muo chao damba damba bugo kiliki. Nim kle tire hufu, nim kle bahas mudu, nim tak pashte daru, nim kle kiliki budu. Zava baha baza. ആ ബീറ്റ് അങ്ങോട്ട് മൂക്കുമ്പോ നമുക്ക് ആവേശം മൂക്കണ ഒരു സംഭവമാണ്, അതും കൂടെ കാണിക്കാമായിരുന്നു. അദ്ദേഹം പിന്നെ പറയായിരിക്കും അതാണ് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഉല്ലാസേട്ടാ, പക്ഷെ അത് വന്നില്ല. പിന്നെ ഒരു വണ്ടി എടുത്തന്നെ എന്റെ പൊന്നു നെൽസ, ഞാൻ പുതിയൊരു കാർ എടുത്ത് ടാറ്റയുടെയാണത് കേട്ടോ, അങ്ങനെയൊക്കെ താളത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ അമൃത ചാനലിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ എളിയ കലാകാരന്റെ നന്ദി, നമസ്കാരം. ഓക്കെ സുജി, നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി സ്റ്റാർ ഒക്കെ ചെയ്തത് ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു അല്ലേ ഉല്ലാസേട്ടാ? സ്റ്റാർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇയാൾ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ വീട്ടിൽ വരികയും പിന്നെ പരിപാടി സ്ഥലത്തൊക്കെ ഈ കൊല്ലം ഏരിയയിലൊക്കെ ഉള്ളപ്പോഴൊക്കെ വരുമായിരുന്നു. എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അനുകരിച്ച് കറക്റ്റാണ് എൻ്റെ മുഖം. ഡാൻസ് കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് ആയത്. അതെ അതെ, തുടക്കം കറക്റ്റ് ആയിരുന്നു, പിന്നെ അങ്ങോട്ടേക്കുള്ള ഫ്ലോ വന്നില്ലെന്നല്ലോ അല്ലെ? തുടങ്ങിയത് കറക്റ്റ് ആയിരുന്നു, അത് ഉല്ലാസേട്ടൻ അങ്ങനെ തന്നെ തുടങ്ങാം. സൂപ്പർ ആയിരുന്നു. ഇനി ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉല്ലാസേട്ടാ? സ്റ്റാറെല്ലാം ഓക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച മണിച്ചേട്ടൻ്റെ സൗണ്ട് പറയുമെന്ന് വിചാരിച്ചു. അത് ആദ്യത്തെ പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ സൗണ്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് അത് കറക്റ്റ് കിടപ്പുണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ. ഞാൻ വിചാരിച്ച മണിച്ചേട്ടനെ അനുകരിക്കുമെന്ന് വിചാരിച്ചു. മണിച്ചേട്ടനെ പറയണം കേട്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ട് പറയാം. പറഞ്ഞിട്ടുണ്ടോ? ചോട്ടാ മുംബൈയിലെ ഒരു ചെറിയ, അത് എത്രത്തോളം ആവും അറിയില്ല, പക്ഷെ അത് പറ്റും, നല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ചെയ്ത് കാണിച്ചാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ പാട്ടെല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഉല്ലാസിന്റെ ആ തുടക്കം കറക്റ്റ് ആയിട്ടാ. അതെ, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എവിടുന്ന് കയറി വരുന്നത് കറക്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പർ, അടിപൊളി. സൂപ്പർ സുജി. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ഗെയിമിന് നമുക്ക് കുട്ടികളെ വേണം, ഒരു 4 ചോട്ടാസ് വരൂ. അപ്പൊ 4 കുട്ടികൾ വന്നിട്ടുണ്ട്, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മോന്റെ പേരെന്താ? സഞ്ജയ്. സഞ്ജയ്. സഞ്ജയ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഓക്കെ, 7th പഠിക്കുന്ന സഞ്ജയ്. ആൻഡ് മോളുടെ പേര്? ആര്യ. ആര്യ ഏത് ക്ലാസ്സിലാ? ആര്യ 8th പഠിക്കുന്ന ആര്യ. ആൻഡ് ഇവിടെ 2 പേരുണ്ട്. എന്താ മോളുടെ പേര്? സന. ഓക്കെ, സന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാട്ടോ, ഇത്രയേ ഉള്ളൂ കടുകുമണി. അനന്തു. അനന്തു ഏത് ക്ലാസ്സിലാ? ഓക്കെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു. ഓക്കെ, അപ്പൊ ഇവരാണ് നമ്മുടെ 2 ടീമുകൾ. ഓക്കെ, ഇനി നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാൽ ഇതൊന്ന് പിടിക്കാവോ? ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മൾ ഈ പേപ്പർ റോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കി പറത്താത്ത ആരും ഉണ്ടാവില്ല. ഈ ക്ലാസ്സിലിരിക്കുമ്പോഴത്തെ ഒരു കാലത്തെ മെയിൻ പരിപാടിയായിരുന്നു. ഓക്കെ, അത് കാണിച്ചു തരാം. പേപ്പർ വിമാനം. ഇതിങ്ങനെ പറത്തി കളിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പേപ്പർ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പേപ്പർ കൊണ്ടൊരു റൺവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ഈ വിമാനം പറത്തണം. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഈ റൺവേയും കൊണ്ട് ഓടിപ്പോയ വിമാനത്തെ പിടിക്കണം. കണ്ടോ, റൺവേ കൊണ്ട് ചെന്ന് വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കണം. എന്തൊരു ഗെയിമാ അല്ലേ, ഭീകര ഗെയിമായി പോയി. ഓക്കെ, അപ്പൊ റൺവേ നമ്മുടെ കയ്യിലുണ്ട്. വിമാനം വരുമ്പോൾ നമ്മൾ റൺവേ കൊണ്ടുവച്ച് ഈ വിമാനം പിടിക്കണം. അതാണ് ടാസ്ക്. എന്നിട്ട് ആ വിമാനം എടുത്തിട്ട് അവിടെയുള്ള വേറൊരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ വിമാനം റൺവേ കൊണ്ട് പിടിക്കുന്ന ടീമായിരിക്കും വിൻ ചെയ്യുക. മനസ്സിലായോ? റെഡിയല്ലേ? 4 പേരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. Your time starts now. മിടുക്കി അവൾ കൊണ്ടിട്ടിട്ട് വരട്ടെ, ഇട്ടിട്ട് വരട്ടെ. രണ്ടായി. ഇവിടെ 2ആയി. മിടുക്കൻ. മോളിലേക്ക്
What a shot. എടുത്തിട്ടോ ആ, എടുത്തിട്ടോ. ആ പോട്ടെ. Okay, time up. Okay. നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യെസ്, വരൂ. റൺവേക്കാർ ഇവിടെ വന്ന് നിന്നോളൂ. ഓക്കെ, ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. 2 കൊട്ടയെന്ന് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ കിട്ടണില്ല. ഓക്കെ, ആദ്യം നമുക്ക് സന ആൻഡ് അനന്തു അവരെത്ര കളക്ട് ചെയ്ത് നോക്കാം. ചേട്ടാ ആ ബാസ്ക്കറ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുമോ? ആണെങ്കിൽ അതിനകത്തേക്ക് എണ്ണി ഇടാമല്ലോ. സന എറിഞ്ഞ റോക്കറ്റുകളാണിത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 വിമാനം പറത്തി. അല്ല, കുറേ വിമാനം പറത്തി 16 എണ്ണം അനന്തു പിടിച്ചു. ഓക്കെ, ഗുഡ് ജോബ്. നമുക്കിനിയിപ്പോൾ ഇവരുടെയും കൂടെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. രണ്ടെണ്ണത്തിന്റെ വ്യത്യാസത്തിൽ അനന്തു ആൻഡ് സനയുടെ ടീം വിൻ ചെയ്തിരിക്കുകയാണ്. അവൻ പറന്നത് പിടിച്ചു, അതാണ്. യെസ്, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാം. ഹലോ, ഇവിടെ അണ്ടാ ഇങ്ങോട്ട്. ഷൂട്ട് നടക്കൂല ചേട്ടാ. എന്ത് ഷൂട്ട് നടക്കത്തില്ല, നിർത്തിക്കോ. വേണ്ട, ഷൂട്ട് നടക്കൂല. അതിന്റെ കാര്യം എന്താണ്? സമ്മതിക്കത്തില്ലേ? എന്ത് സമ്മതിക്കത്തില്ല. സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഞാൻ ഒരു അഭിനയ മോഹയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ എനിക്ക് അഭിനയ മോഹം ഉള്ളതുകൊണ്ട് എനിക്ക് അമൃത ചാനലിൽ അവസരം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഇതുകൊണ്ടാ ഇങ്ങനെ കൈവച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട. ആ മനുഷ്യനെ കണ്ട എന്നെ നോക്കൂല. ഈ പറയുന്ന നെൽസൺ എന്ന് പറയുന്ന ആൾ എൻ്റെ കാശ് വാങ്ങിച്ചു. ഇപ്പൊ എന്നെ കാണുമ്പോൾ കണ്ട ലോകത്ത് വെച്ച് കണ്ട പരിചയമില്ല. എന്നെ കാണുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തിരിഞ്ഞൊരു പോക്കാണ്. ഇത് പറ്റൂല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇന്നിവിടെ ഷൂട്ട് ചെയ്താൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പറഞ്ഞു എന്റെ കാശും മേടിച്ചു ഇദ്ദേഹം. അയ്യേ, അശ്വതി എത്ര കിട്ടുന്ന പരിപാടിയാണ്. പരിപാടിയായിട്ടത്. ഇയാള് പൈസ മേടിച്ചിട്ടുണ്ടായ ഒരു അവസരം മേടിച്ചിട്ട് 5 വർഷമായില്ലേ? നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? എന്താ ഇപ്പൊ കാര്യം കേക്ക്. എന്താ കാര്യം? ഞാൻ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു ഇയാളെ പൈസ മേടിച്ചിട്ടില്ല. പിന്നെ പലിശയ്ക്ക് പൈസ മേടിച്ചു. ആ സത്യമാണ്. പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് ഞാൻ മുതലും പലിശയായിട്ട് അതിന് തൊട്ടടുത്ത മാസം എന്നെ കൊണ്ടുകൊടുത്തു. വാങ്ങിക്കണ്ടേ? വാങ്ങിക്കുന്നില്ല. എനിക്ക് പൈസ വേണ്ട. ആ പൈസ നെൽസന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് എനിക്ക് അമൃതയിൽ അഭിനയിക്കാൻ ഒരു അവസരം തന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ എന്നെ ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് കൊടുത്താൽ വാങ്ങിക്കാത്ത എന്റെ കുഴപ്പമാണ്. അവസരം കൊടുക്കണ്ടേ? അത് അവസരം വരുമ്പോ നമ്മൾ കൊടുക്കും. അല്ല, അങ്ങനെ അവസരം വരുന്നവർ 5 കൊല്ലമായില്ലേ? അല്ല, അന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും. നടക്കും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോ അമൃതയിലാണ്. നമ്മൾ ഇപ്പൊ ഉടനെ പറ്റും. അല്ല സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ, അടി ഉണ്ടാക്കാനുള്ള ആവത് എനിക്കില്ല. എന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ വന്ന് കാര്യങ്ങൾ സംസാരിച്ചോളൂ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ 3 പേരും കൂടെ പറഞ്ഞാൽ മതി കേട്ടാ. ഗുണ്ടായിട്ട് വന്നതാണ്. ഗുണ്ടായിട്ട് വന്നാണ്. കണ്ടോ, കാണിച്ചു തരാം. കേറി വേടേ. പോയി ചോദിക്ക്. ഞാൻ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? 2 ദിവസമായിട്ട് ഞാൻ തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു തരും പോലെ എന്നെ പറഞ്ഞു തന്നത്. ഇങ്ങോട്ട് വാ, പറഞ്ഞു തരാം. ഇന്നും അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാശ് മേടിച്ചാൽ കാശ് തിരിച്ചു കൊടുക്കണം. അല്ലെ അവസരം കൊടുക്കണമെന്ന് പോയി ചോദിക്കും. പറ. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ലേ? ഒന്നുകിൽ അവസരം അല്ലെങ്കിൽ കാശ്. ഇപ്പൊ തരാൻ പറ. കണവണാന്ന് പറഞ്ഞ് നിൽക്കാതെ കാര്യം പറ. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ലേ? അവസരം അല്ലെങ്കിൽ കാശ് തരാൻ പറ. പൊന്ന് കളവാ, നിങ്ങൾക്ക് വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചൂടെ? നിങ്ങൾ അതോ കാര്യം പറഞ്ഞോണ്ടിരിക്കുവാന്നോ? അത് ഈ ചെവി പറയൽ. നിനക്ക് വേണ്ടി ഒരിടത്ത് ഞാൻ കാശ് ചോദിക്കാൻ പോയിട്ട് അവിടുന്ന് ഇവിടെ അടിയിട്ടിട്ട് ഈ ചെവി പോയിരിക്കുക. ഇവിടെ പറ. അങ്ങനെ. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് ചോദിക്കില്ല. ആ കാശ് ഒന്ന് തരാം, അല്ലെങ്കിൽ അവസരം തരാൻ പറ. പോയി ചോദിക്കും. BP ഗുളി കഴിച്ചില്ല. അത് എന്തോ പോലെ അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തെ എന്തോ BP ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. ഇങ്ങോട്ട് പറയില്ല. അതെ, ഇനി എന്നെ പറ്റിക്കാന്ന് നോക്കണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് ഇപ്പൊ തരണം. കാരണം ഇല്ലെങ്കിൽ അവസരം വാങ്ങിച്ചു തരണം. ഹലോ, വെയിറ്റ്. ആ എക്കോ ഒന്ന് ഓഫ് ചെയ്യാറ്, ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. അതെ, എന്തായാലും എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താണ്. എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. മുതലാളിയെ കുറിച്ച് നാട്ടുകാർ പറയണ എന്താണെന്നറിയോ?
പറയടോ. ഞാൻ പറഞ്ഞ നാറും നിങ്ങൾ ഇവിടെ കിടന്നു. എന്നാ പറയണ്ട കേട്ടോ. ഞാൻ 5 കൊല്ലമായിട്ട് അഭിനയിക്കാൻ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ അഭിനയ മുഖം ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷെ പുള്ളി ഭാര്യ ഉപേക്ഷിച്ചു പോയി. അഭിനയമോഹം പക്ഷെ ഉപേക്ഷിക്കില്ല. സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു. അറിയാം? ഭാര്യ ഉപേക്ഷിച്ചു. അതായത് ഞാൻ അഭിനയിക്കാൻ നടക്കുന്നുണ്ടേ വീട്ടിൽ കാണത്തില്ലല്ലോ. അപ്പൊ വീട്ടിലില്ലാത്ത ഒരു വസ്തുവിനെ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവള് വേറെ പോയി. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഇവ എന്തും ചെയ്യും. ഇവൻ ജയിലിൽ പോകും. എനിക്ക് വേണ്ടി. ആര് പറഞ്ഞു ഞാൻ ജയിലിൽ പോകും? അല്ല, നീ ഇന്നലെ എൻ്റെ കൂടെ അവിടെ വെച്ച് പറഞ്ഞതാ ജയിലിൽ പൊക്കോളാം, എന്തുകൊണ്ടോ എനിക്ക് വേണ്ടി ചെയ്യാന്ന്. അത് ഞാൻ അപ്പോഴത്തെ പറ്റിച്ച് പറയണതാ. നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ചു പോകല്ലേ ചുമ്മാ. അയ്യോ, അപ്പൊ ഉള്ളതല്ലേ? ഏയ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. 5 മിനിറ്റ് സമയം തരും. അതിനിടയ്ക്ക് നെൽസ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ തീരുമാനം എന്തോ? നിങ്ങളെ പൈസ മേടിക്കാൻ എന്റെ കുഴപ്പമാണ്. നെൽസന്റെ കുടലുമാല എടുത്ത് യവൻ കഴുത്തിലിടും ഇന്ന് കേട്ടാ. ഇതല്ല എന്റെ തലയിലോട്ട് വെക്കണേ. നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ജയിലിൽ പോവാൻ കുടലെടുക്കാന്നൊക്കെ? നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? എടുക്കാം. ഞാൻ വെളിയിൽ നിൽക്കാം. 5 മിനിറ്റ് സമയം കേട്ടാ. പോര്. കാണട്ടെ. അണ്ണാ ഞാൻ കാണിക്കണ കണ്ടോ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. നീ ലോക തോൽവിയാന്നല്ലോടാ. എന്താടാ ഈ കാണിച്ചത്? എന്റെ അഭിനയം കൊള്ളാവണ്ണ. എന്താണ് എന്റെ അഭിനയം? എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അത് കൊള്ളാം. അതിനാണ് വന്നത്. ചെയ്തതാട്ടോ. കൊള്ളാവോ സംഭവം? നന്നായിരുന്നു. പുള്ളി നോക്കണ്ട, അങ്ങനെ പൊളിയാ. ഞാൻ അടിപൊളിയാ. ആണോ? അപ്പൊ നീ നിക്ക്, അതായിരിക്കും നല്ലത് അല്ലേ? ഇളകൾ എന്തായാലും കിട്ടിയേട്ടാ. പിന്നെ ഞാൻ വരട്ടി. അത് കിട്ടിയെന്നല്ല, ചാൻസ് കിട്ടിയാ? എനിക്ക് അവസരം കിട്ടി. അമൃതയല്ല, അമൃതയിൽ തന്നെ കിട്ടി. അവസരം കിട്ടി. അവസരം കിട്ടിയ പിന്നെ ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തുവാടാ, ഇത് അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലം, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ഐശ്വര്യമാണ്. പിന്നെ കോമഡി മസിൽ സൂപ്പർ. മസീല മസോല മടാസ മദാല എന്തുവാണ് അതിന്റെ പേരെന്താ? അല്ലാതെ ഏത് പരിപാടിയൊക്കെയാണ് ചാൻസ് കിട്ടിയത്? അതെ, പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ഈ അമൃത TV തന്നെ കഥയിലെ ജീവിതം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിലാണ് എന്റെ ഭാര്യ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി കഥയിലെ ജീവിതത്തിൽ പരാതി അഭിനയിക്കാൻ മുതലാളി ഇന്ന് തകർക്കും. സൂപ്പർ. കൂടെ ആൾ ദ ബെസ്റ്റ്.